ഹലോ എവ്രിവൺ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഹാർട്ടിന്റെ വർക്കിങ്ങിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഹാർട്ട് എന്ന് പറയുന്നത് 24 അവേഴ്സും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനാണ്. അപ്പോൾ ഇതിന്റെ വർക്കിങ്ങിൽ എന്തെങ്കിലും ഒരു തകരാറ് അനുഭവപ്പെട്ടാൽ നമുക്ക് മരണം വരെ സംഭവിക്കും അല്ലേ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഹാർട്ടിന് തകരാറുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ECG അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയും. അതായത് ഹാർട്ടിന്റെ ഫങ്ഷൻസ്, അതായത് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ സമയത്ത് ഹാർട്ടിന്റെ വാളിന്റെ ഭിത്തിയിൽ ഇലക്ട്രിക്കൽ വേവ്സ് അല്ലെങ്കിൽ വൈദ്യുത തരംഗങ്ങൾ അനുഭവപ്പെടും. അപ്പൊ ആ ഇലക്ട്രിക്കൽ വേവ്സിനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ECG. അപ്പൊ ECG ഒക്കെ എടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ECG എന്തിനാണ് എടുക്കുന്നത്? നമ്മുടെ ഹാർട്ടിന്റെ വർക്കിങ്ങിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്നറിയാനായിട്ടാണ്. അപ്പൊ എന്താണ് ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ വേവ്സ് ഫെൽറ്റ് ഓൺ ദ വാൾസ് ഓഫ് ഹാർട്ട്. അതായത് ഹൃദയഭിത്തികളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങളെ ഗ്രാഫിക്കലായിട്ട് അല്ലെങ്കിൽ ഗ്രാഫ് ഉപയോഗിച്ച് ചിത്രീകരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ECG അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. അപ്പൊ ECG നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസിൽ വർക്കിങ്ങിൽ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഏതെന്ന് പറയുന്നത് ECG. ഇനി അതുകൂടാതെ തന്നെ ഹോസ്പിറ്റൽസിലൊക്കെ ചെല്ലുമ്പോൾ കാണാം ഡോക്ടേഴ്സ് പൾസ് നോക്കുന്നത്. അതായത് പേഷ്യൻസിന്റെ കൈ എടുത്തിട്ട് പൾസൊക്കെ കൈത്തണ്ടയിൽ പൾസ് നോക്കുന്നതാണ്. അപ്പൊ എന്താണ് ഈ പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, റിലാക്സ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത്, അതായത് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന്റെ വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് എന്ത് ചെയ്യും? ആർട്ടറീസിലേക്ക് പോകും അല്ലെങ്കിൽ ധമനികളിലേക്ക് പോകും. അപ്പൊ അങ്ങനെ വെൻട്രിക്കിളുകളിൽ നിന്നും ബ്ലഡ് ആർട്ടറീസിലേക്ക് അല്ലെങ്കിൽ ധമനികളിലേക്ക് പോകുമ്പോൾ ആ ധമനിയുടെ വാൾസിൽ അല്ലെങ്കിൽ ധമനി ഭിത്തികളിൽ ഒരു വേവിലേക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ തരംഗ രൂപത്തിലുള്ള ചലനം അനുഭവപ്പെടും. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പൾസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് പൾസ് എന്ന് പറഞ്ഞാൽ? വേവിലേക്ക് മൂവ്മെന്റ് ഫെൽറ്റ് ത്രൂ ഔട്ട് ദ വാൾസ് ഓഫ് ആർട്ടറീസ് വെൻ ദ ഹാർട്ട് കോൺട്രാക്ട്സ് ആൻഡ് റിലാക്സസ്. ഹൃദയം സങ്കോചിക്കുമ്പോഴും വിശ്രമാവസ്ഥയിൽ എത്തുമ്പോഴും ഒരു തരംഗ രൂപത്തിലുള്ള ചലനം എവിടെ അനുഭവപ്പെടുന്നു? നമ്മുടെ ആർട്ടറീസ് അല്ലെങ്കിൽ ധമനി ഭിത്തികളിൽ അനുഭവപ്പെടുന്നു. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പൾസ്. അപ്പൊ പൾസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 72 ടൈംസ് ആയിരിക്കും. അതായത് നോർമലി നമ്മുടെ ഹാർട്ട് ബീറ്റ് എത്രയുണ്ടോ അത്രയും തന്നെയാണ് ഏതെന്ന് പറയുന്നതും പൾസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പൾസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ. അതായത് നമുക്കറിയാം നമ്മുടെ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്? ബ്ലഡ് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് അല്ലെ. അങ്ങനെ ബ്ലഡ് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് ആ ആർട്ടറീസിന്റെ വാളിൽ ഒരു പ്രഷർ അനുഭവപ്പെടും അല്ലെങ്കിൽ ഒരു മർദ്ദം അനുഭവപ്പെടും. ഈ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എന്ന് വിളിക്കും. അതായത് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും ആർട്ടറീസിന്റെ വാളിൽ അനുഭവപ്പെടുന്ന പ്രഷർ അല്ലെങ്കിൽ മർദ്ദത്തെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് പ്രഷർ. ഇതെന്ന് പറയുന്നത് നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHg ആണ്. അതായത് 120/80 mmHg ആണ് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആർട്ടറീസിന്റെ വാളിൽ രണ്ട് തരത്തിലുള്ള പ്രഷർ അല്ലെങ്കിൽ മർദ്ദമാണ് അനുഭവപ്പെടുന്നത്. അതായത് ഡ്യൂറിങ് സിസ്റ്റോൾ. സിസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ആണ് അല്ലെ. അതായത് ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത് ഹാർട്ടിൽ നിന്ന് 70 ml ബ്ലഡ്, അതായത് വെൻട്രിക്കിളുകളിൽ നിന്നും 70 ml ബ്ലഡ് ആണ് പുറത്തേക്ക് വരുന്നത്. ആ 70 ml ബ്ലഡ് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആർട്ടറീസിന്റെ വാൾ അല്ലെങ്കിൽ ധമനി ഭിത്തികളിൽ ഒരു പ്രഷർ അനുഭവപ്പെടും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് വിളിക്കുക. അതായത് സിസ്റ്റോൾ നടക്കുന്ന സമയത്ത്, സിസ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഹാർട്ടിന്റെ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് വെൻട്രിക്കിളിൽ നിന്ന് എത്ര ml ബ്ലഡ് ആണ് പുറത്തേക്ക് വരുന്നത്? 70 ml ആണ് അല്ലെ. ആ അത്രയും കൂടുതൽ ബ്ലഡ് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആർട്ടറീസിന്റെ വാൾ ധമനി ഭിത്തികളിൽ അനുഭവപ്പെടുന്ന പ്രഷർ, മർദ്ദത്തെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ. ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 mmHg. 120 mmHg ആണ് ഏതെന്ന് പറയുന്നത്? സിസ്റ്റോളിക് പ്രഷർ. ഇനി ഹാർട്ട് റിലാക്സ് ചെയ്യില്ലേ അല്ലെങ്കിൽ വിശ്രമാവസ്ഥയിലെത്തും. വിശ്രമാവസ്ഥയിലെത്തുന്ന സമയത്താണ് ഹാർട്ടിന്റെ ചേമ്പേഴ്സിൽ ബ്ലഡ് വന്ന് നിറയുന്നത്. അതായത് പുറത്തു നിന്നും ഏട്രിയത്തിലേക്ക് ബ്ലഡ് വന്നെത്തും. അപ്പൊ അങ്ങനെ ഏട്രിയത്തിലേക്ക് വന്നെത്തുന്ന ബ്ലഡിന്റെ അളവും എത്ര തന്നെയാണ്? 70 ml ആണ്. അപ്പൊ ഇങ്ങനെ ഏട്രിയത്തിലേക്ക് ബ്ലഡ് വന്ന് ഫില്ല് ആകുന്ന സമയത്തും ആർട്ടറീസിന്റെ വാളിൽ ഒരു പ്രഷർ, ഒരു ലോ പ്രഷർ അനുഭവപ്പെടും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഡയസ്റ്റോളിക് പ്രഷർ. അതെന്ന് പറയുന്നത് 80 mmHg ആണ്. അപ്പോൾ ഒരു സിസ്റ്റോളിക് പ്രഷറും ഒരു ഡയസ്റ്റോളിക് പ്രഷറും കൂടെ ചേർന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബ്ലഡ് പ്രഷർ. അപ്പൊ നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 120/80 mmHg ആണ്. എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ആർട്ടറീസിന്റെ വാളിലെ ഭിത്തിയിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ബ്ലഡ് പ്രഷർ. നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? 120/80 mmHg.
ആ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഏതൊക്കെ ചേർന്നാണ് ഉണ്ടാകുന്നത്? സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും. എന്താണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് വെൻട്രിക്കിളിൽ നിന്നും ഏകദേശം 70 ml ബ്ലഡ് ആണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആർട്ടറീസിന്റെ വാളിൽ അനുഭവപ്പെടുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോളിക് പ്രഷർ. ഇത് 120 mmHg ആണ്. ഇനി എന്താണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വിശ്രമാവസ്ഥയിൽ എത്തുന്ന സമയത്ത് 70 ml ബ്ലഡ് ആണ് ഹാർട്ടിനുള്ളിലേക്ക് എത്തുന്നത്. ആ സമയത്ത് ആർട്ടറീസിന്റെ വാളിൽ ഒരു പ്രഷർ അനുഭവപ്പെടും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഡയസ്റ്റോളിക് പ്രഷർ. അതെത്രയാണ്? 80 mmHg. അപ്പൊ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും കൂടെ ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? ബ്ലഡ് പ്രഷർ പറയുന്നത്. അപ്പൊ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHg. അപ്പം ബ്ലഡ് പ്രഷർ ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും. പ്രഷർ നോക്കാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഉപകരണത്തിന്റെ പേരാണ് സ്ഫിഗ്മോമാനോമീറ്റർ. ഇനി ഇത് കൂടാതെ ഡിജിറ്റൽ BP അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാറുണ്ട്. ഇനി ചില ആൾക്കാർക്ക് ഈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mmHgക്ക് മുകളിലായിരിക്കും. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അതായത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ എങ്ങനെ വരിക? നോർമലിൽ നിന്നും ഹൈ ആയിട്ട് വരിക. നോർമൽ എന്ന് പറയുന്നത് എത്രയാണ്? 120/80 mmHg ആണ്. അതിന് മുകളിൽ വരുന്ന കണ്ടീഷനാണ് ഹൈപ്പർ ടെൻഷൻ. ഇനി ചില ആൾക്കാർക്ക് ഈ നോർമലിനും താഴെ വരാം. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് വിളിക്കും. ഇപ്പൊ ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ ബിലോ 120/80 mmHg. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ എബോവ് 120/80 mmHg. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ പ്രഷർ കൂടാനൊക്കെ ഉള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. അതായത് നമ്മുടെ ഭക്ഷണശീലങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മളിപ്പം നോർമൽ സാധാരണ നമ്മുടെ വീടുകളിലുള്ള ഫുഡൊന്നുമല്ല കൂടുതൽ കഴിക്കുന്നത്. നമ്മൾ സാൾട്ട് അല്ലെങ്കിൽ ഉപ്പ് അടങ്ങിയിട്ടുള്ളതും അല്ലെങ്കിൽ ഫാറ്റ് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും? കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹൈപ്പർ ടെൻഷൻ. അപ്പൊ ഇത്രയാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? ബ്ലഡ് പ്രഷറിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ECG പറഞ്ഞു, പൾസ് പറഞ്ഞു, ബ്ലഡ് പ്രഷർ പറഞ്ഞു. അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക്